ഗർഭാവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന ചില ദൂഷ്യ സ്വഭാവങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് ശ്രദ്ധയില്ലായ്മ, ശ്രദ്ധക്കുറവ്. അപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അഡൽട്സിലും ADHD ഉണ്ടാവുമോ എന്നുള്ളത്. കുട്ടികളിൽ ADHD ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനസ് കിച്ചൺ. ഞാൻ ആസിയ. ഞാൻ ജംഷാദ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ 2 ദിവസമായി നമ്മുടെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലും ഒക്കെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമുണ്ടല്ലോ, ADHD. എന്താണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ? 2 ദിവസം മുമ്പ് നമ്മുടെ പ്രശസ്ത സിനിമാ നടൻ ഫഹദ് ഫാസിൽ പറയുകയുണ്ടായി, ഞാനും ADHD ബാധിതനാണെന്ന്. അപ്പോൾ എന്താണ് ADHD എന്നും എങ്ങനെയാണ് ADHD വരുന്നതെന്നും ആരിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നതെന്നും നമുക്ക് വളരെ വിശദമായി തന്നെ സംസാരിക്കാം. ADHDയുടെ ഫുൾ ഫോം കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ടാവും. പേടിക്കാനൊന്നുമില്ല. പെരുമാറ്റ വൈകല്യം എന്നാണ് നമ്മൾ ഇതിനെ മലയാളത്തിൽ പറയുന്നത് കേട്ടോ. ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും ഈ ADHD എന്ന് പറയുന്ന രോഗത്തെ പറ്റി ചിലപ്പോൾ ഇപ്പോഴായിരിക്കും കേൾക്കാൻ സാധ്യത ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളും ആദ്യമായിട്ടാണ് ADHDയെ പറ്റി കൂടുതലായിട്ട് അറിയുന്നത്. നമ്മളെ ADHD എന്ന് പറഞ്ഞ രോഗത്തെ പറ്റി ഇങ്ങനെ ഫഹദ് ഫാസിൽ പറയുമ്പോൾ എന്താണ് ADHD? അപ്പോൾ ഒരു രോഗം ADHD എന്ന് പറയുന്ന രോഗം നമ്മൾ കേട്ടിട്ടില്ല. അത് വലിയ പേരിലുള്ള രോഗം. അപ്പോൾ എന്താണെന്ന് നമ്മൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോൾ വലിയ ഒരു രോഗമല്ലെങ്കിലും അത്യാവശ്യം പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നതും ആരിലൊക്കെയാണ് സംഭവിക്കുന്നതെന്നും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുട്ടികളിലാണ് ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത്. അതായത് 3 ലക്ഷണമാണ് ഈ രോഗത്തിന് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് ശ്രദ്ധയില്ലായ്മ, ശ്രദ്ധക്കുറവ്, ഈ കോൺസെൻട്രേഷൻ ഇല്ലായ്മ, അതൊക്കെയാണ് പ്രധാനമായും ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അതായത് ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഈ അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് ആ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ ശ്രദ്ധയില്ലായ്മ, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി. ഇതിലുള്ള ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് കൂടാതെ ഹൈപ്പർ ആക്ടിവിറ്റി, അത് എന്ന് പറയുമ്പോൾ ഈ കുട്ടികളിൽ കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികൾ കുരുത്തക്കേടിന്റെ അളവ്, അതായത് എല്ലാ കുട്ടികളും കുരുത്തക്കേട് കാണിക്കുന്നതാണ്. നമ്മുടേതും നിങ്ങളുടേതും ഉള്ള എല്ലാ കുട്ടികളും കുരുത്തക്കേട് കാണിക്കുന്നതാണ്. പക്ഷെ അതിന്റെ അളവ് ക്രമാതീതമായി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു അവസ്ഥ, ഒരു ഫേസാണ്. അതായത് ഈ അശ്രദ്ധയും ഹൈപ്പർ ആക്ടിവിറ്റിയിൽ വരുന്ന വികൃതിയും കുരുത്തക്കേടും ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് തേർഡ് വൺ എന്ന് പറയുന്നത്. അത് രണ്ടും കമ്പൈൻ ആയിട്ടുള്ള അവസ്ഥ. പിന്നെ കുട്ടികളിൽ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഏർലി ഡയഗ്നോസ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് ഒഴിവാക്കാം. അതായത് ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഇത് നേരത്തെ നമ്മുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് കുട്ടികളിൽ ഒരു 6 to 7 വയസ്സിന് മുമ്പായിട്ട് ഇതിന് ഡയഗ്നോസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ഒരു പരിധി വരെ ഒഴിവാക്കാം, കണ്ടുപിടിക്കാം. പിന്നെ മെയിനായിട്ടും ഇത് കാണുന്നത് പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് കൂടുതലായിട്ടും ADHD കാണപ്പെടുന്നത്. 55% നമുക്കിത് ട്രീറ്റ്മെന്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റും. പക്ഷെ ബാക്കി 45% പേരിൽ ഇത് അഡൾട്സിലേക്ക് മാറും. അപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അഡൾട്സിലും ADHD ഉണ്ടാവുമോ എന്നുള്ളത്. തീർച്ചയായും അഡൽട്സിലും ADHD ഉണ്ടാകും. അഡൽട്സിൽ ADHD ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതും അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഹൈപ്പർ ആക്ടിവിറ്റി അത്രയും ഉണ്ടാകില്ല. അതായത് വികൃതി അല്ലെങ്കിൽ ഹൈപ്പർ ആയിട്ടുള്ള പ്രക്രിയകൾ, ആക്ടിവിറ്റീസ് കുറവായിരിക്കും. പിന്നെ എന്താണ്, അവർക്ക് ശ്രദ്ധക്കുറവും, ഒന്നിലൊരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ, പിന്നെ ഒരു വ്യക്തമായ പ്ലാനിങ് ഇല്ല, ചെയ്യുന്ന ഒരു കാര്യത്തിൽ തന്നെ അവർക്ക് കോൺസെൻട്രേറ്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല, മറവി, അങ്ങനെയുള്ള പല തരത്തിലുള്ള സിംറ്റംസ് ആണ് അതിലേക്കുള്ളത്. പിന്നെ കുട്ടികളെന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഇത്, അതായത് നമ്മൾ ഇപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോകും, കുട്ടികളെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അപ്പൊ നമ്മൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, കുട്ടികളിൽ ഇത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കുട്ടികളിലും ഉണ്ടല്ലോ? നോർമലായിട്ട് എല്ലാ കുട്ടികളിലും ഉള്ള ഒരു വികൃതിയും കാര്യങ്ങളൊക്കെ എല്ലാ കുട്ടികളിലും ഉള്ളതാണല്ലോ. അപ്പൊ നമ്മുടെയൊക്കെ ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ഒരു രോഗമായിട്ട് കണക്കാക്കണോ? അതായത് എല്ലാ നോർമലായിട്ടുള്ള എല്ലാ കുട്ടികളിലും ഉള്ള ഒരു തരം ഇതല്ലേ? അതായത് നമുക്ക് മോളിൽ നിന്ന് എടുത്ത് ചാടുക, അല്ലെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എല്ലാ കുട്ടികളിലും മിക്കവാറും കാണും, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളിലും കാണും. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളിലുമുള്ള എന്താണ് സ്വഭാവമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ADHD എന്ന് പറയുന്ന രോഗമായിട്ട് മാറുന്നത്.
അതെന്താ പറയുന്നത്, ഈ നമ്മളെ കുട്ടികളിപ്പോൾ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് അതിൽ ഞാൻ തന്നെ വിൻ ചെയ്യണം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകണമെങ്കിൽ ക്രിക്കറ്റ് പ്ലേസ് ഏതെങ്കിലും ഗെയിം, ക്രിക്കറ്റ് ആവട്ടെ ഫുട്ബോൾ ആവട്ടെ മറ്റേ ഏതൊരു ഗെയിം പോലെ തന്നെ ഏതൊരു ഗെയിമിലാണെങ്കിലും ഐ ഹാവ് ടു ബി ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് കുട്ടികൾ കൂടുതലായിട്ട് ഉണ്ടാകും. പിന്നെ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, ഇവർക്ക് പഠിക്കാൻ പഠന കാര്യങ്ങളൊക്കെ പുറകോട്ടായിരിക്കും. എന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ആൻസർ പറയണം എന്നുള്ള ടെൻഡൻസി. അതെ അതെ, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കുട്ടികൾ കാണപ്പെടുന്നത്. മുതിർന്നവരിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, ഒരു ജോലിയും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരുപാട് മറവി സംഭവിക്കുക, അതുപോലെ ഒരുപാട് സിംറ്റംസ് നമുക്ക് കുട്ടികളെ അപേക്ഷിച്ച് വേറൊരു തരത്തിലാണ് മുതിർന്നവരിലേക്ക് വരുമ്പോൾ അതിന്റെ സിംറ്റംസ് വരുന്നത്. അതെ അതെ അതെ. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാല് ഇതിന് വ്യക്തമായ ട്രീറ്റ്മെന്റ് എടുക്കുക. അതില് അഡൽട്സിൽ എന്താണ്, കുട്ടികളിൽ പറഞ്ഞല്ലോ നമ്മള് 55% ഇത് ട്രീറ്റ്മെന്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. മെയിനായിട്ടും ADHD ഉണ്ടാകുന്നത് നമ്മുടെ തലച്ചോറിലെ രാസപദാർത്ഥങ്ങളായ ഡോപ്പമിനും എപ്പിനെഫ്രിന്റെയും ഡെഫിഷ്യൻസി കൊണ്ടാണ്. അത് മാത്രമല്ല കേട്ടോ, ഗർഭാവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന ചില ദൂഷ്യ സ്വഭാവങ്ങളുണ്ടല്ലോ, അതായത് പുകവലി, മദ്യപാനം, ഇതൊക്കെയും ADHD നയിക്കുന്ന ഒരു കാര്യങ്ങളാണ്, നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. കുട്ടികൾ ADHD ഉണ്ടാകാനുള്ള കാരണം ഗർഭസ്ഥ ശിശു, അതായത് കുട്ടികളെ ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മമാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ, അതായത് മദ്യപാനം പോലുള്ള സിഗരറ്റ് വലി പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളിൽ ADHD ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തലച്ചോറിന് ഏൽക്കുന്ന ആഘാതം, പിന്നെ ഹെറിഡിറ്ററി. അതെ, ഇത് പാരമ്പര്യം വലിയൊരു ഘടകമാണ്. ഹെറിഡിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് രണ്ടിൽ ആരെങ്കിലും ഒരാൾ ADHD ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഉണ്ടാകാനുള്ള 50% സാധ്യതയാണുള്ളത്. അതായത് മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ADHD ബാധിതരാണെങ്കിൽ എനിക്കൊന്നും മാതാവിന് ആണെങ്കിൽ 50%, പിതാവിനാണെങ്കിൽ 33% ഇതിനുള്ള ചാൻസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ മാസം തികയാതെയുള്ള പ്രസവം, നേരത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും ഡെലിവറി ചെയ്യാറുണ്ടല്ലോ, ആ ഒരു റീസണും ഇതിനെ ബാധിക്കാറുണ്ട്. അതെ അതെ അതെ, ടൈമിന് മുമ്പേ ഡെലിവറി നടക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടാകാം. തീർച്ചയായിട്ടും ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റുകളിൽ നിന്നാണ് ഇതിനുള്ള തുടക്കം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നുപോലെ. അതുപോലെ കമന്റ് മറക്കരുത്, കമന്റ് ഇടണം. കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക് എത്തിക്കുക. പിന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ